ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗവും സിപിഎം പ്രതിനിധിയുമായ എൻ വിജയകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ നൽകിയത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് എസ്ഐടി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു എൻ വിജയകുമാർ. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഒരു ദിവസത്തെ കസ്റ്റഡിയായിരുന്നോ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്? അമൃത, ഒരു ദിവസത്തെ കസ്റ്റഡിയായിരുന്നു SIT ആവശ്യപ്പെട്ടിരുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണമായി പറഞ്ഞത് 2019 എൻ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് അവിടെ CPM-ന്റെ പ്രതിനിധിയായി ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു വിജയകുമാർ. ആ വിജയകുമാറിനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ താൻ ചെയ്തതിൽ തനിക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല, എവിടെയൊക്കെയാണോ പത്മകുമാർ ഒപ്പിടാൻ പറഞ്ഞത് ആ ഭാഗങ്ങളിൽ, ആ മിനിറ്റ്സ് ബുക്കിലൊക്കെ ആ ഭാഗങ്ങളിൽ ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തത്, വായിച്ചു പോലും നോക്കിയിട്ടില്ല എന്നുള്ള ഒരു മൊഴിയായിരുന്നു പത്മകുമാറിനെതിരെ വിജയകുമാർ നൽകിയിരുന്നത്. അതൊരു നിർണായകമാണ്. പത്മകുമാറിന് ഒരു കുരുക്കായ ഒരു മൊഴിയും അത് തന്നെയായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഈ നോക്കാതെ ഒപ്പിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്തായാലും പിന്നോട്ട് പോകാനായിട്ട് വിജയകുമാറിന് കഴിയില്ല. കൂട്ടുത്തരവാദിത്തമാണ് ഇതിനുള്ളതെന്നുള്ള വാദമാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും ഇന്ന് കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ കൊല്ലത്ത് നിന്ന് വെച്ച് നടത്തുകയും വൈകുന്നേരം തിരിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. നിർണായകമായ ചില വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി 2 ദിവസം മുൻപാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നത്. ആ ഘട്ടത്തിൽ ഒരു 85 ദിവസമൊക്കെ ആയ സമയത്തായിരുന്നു അതിലൊരു വിധി വന്നത്. അതായത് ഈ ജാമ്യാപേക്ഷ ഇത്രയും ദിവസമായി താൻ എല്ലാത്തിനോട് സഹകരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ജാമ്യ ഹർജിയുമായി സമീപിച്ചത്. എന്നാൽ ആ ഹർജി തള്ളിയതിന് പിന്നാലെ വീണ്ടും ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ്. 2 കേസുകളിലും ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 90 ദിവസമായി താൻ അറസ്റ്റിലായി റിമാൻഡിലായതിനു ശേഷം ഇതുവരെ കൃത്യമായ കുറ്റപത്രമൊന്നും സമർപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കാത്തത് കൊണ്ട് തനിക്ക് സ്വാഭാവികമായി ജാമ്യം ലഭിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളതാണ് വാദിക്കുന്നത്. പക്ഷേ അന്വേഷണം പുരോഗമിക്കുന്നതേയുള്ളൂ, അന്വേഷണം പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കുന്നതിന് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കാൻ പോകുന്നത്. അമൃത.